ഹലോ, ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങളിവിടെ വന്നിട്ടാണ് ഉഴിച്ചലും പിഴിച്ചലും മസാജിങ്ങും കിഴിയും ഒക്കെ ചെയ്യുന്നത്. ഹസ്ബൻഡിന് നല്ല കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാനും വന്നിട്ട് മസാജിങ്ങും ഓയിൽ മസാജും കിഴിയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. നല്ല ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഇവിടെയുള്ളത്. പറയാതിരിക്കാൻ വയ്യ, അത്രയും നല്ല സ്റ്റാഫാണ് ഇവിടെയുള്ളത്. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഫീലാണ്. കുറേ മരങ്ങളൊക്കെ ആയിട്ട് വില്ലയാണിത്. അൽഷിഫ ആയുർവേദിക് ക്ലിനിക്കാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാത്തിനുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇവിടെ ഒരുപാട് മുരിങ്ങേൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുരിങ്ങയില പറിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും പറിക്കാറുണ്ട്. മുരിങ്ങയില പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണോ എന്നറിയില്ല. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പണ്ട് മുതൽക്കേ കഴിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ പറിക്കാറുണ്ട് കേട്ടോ. കായ പിടിക്കുന്ന കറ്റാർ വാഴ നോക്കിയേ. തുളസി വില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വീട് പോലെയാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമുക്ക് വില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വില്ല ഉണ്ടാകുന്നത്. അമ്മയിലൂടെ തുളസി ഉണ്ടാകുന്നു. പൊട്ടിക്കുന്നു. അർച്ചുണ്ട്. നമ്മളെ നാട്ടിൽ ഇതുപോലെ കുറ്റി പോലെ ഉണ്ടാവില്ല അല്ലേ, നീളത്തിലങ്ങ് പോകല്ലേ. മുരിങ്ങയില വില്ല ഉണ്ടാക്കാം. വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. ഇനി മുരിങ്ങയില എന്ത് തോരൻ വെക്കണം. മുരിങ്ങയില നല്ലപോലെ കഴുകണം. ഒരുപാട് പ്രാണികളും അഴുക്കുകളും ഉണ്ടാവും. പിന്നെ നമുക്ക് മുരിങ്ങയുടെ പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ, എപ്പോഴും കിട്ടുന്നതല്ല. അങ്ങനെ മുരിങ്ങയില നല്ലപോലെ കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ ഇതുപോലെയല്ല ഉണ്ടാക്കാറുള്ളത്. നമ്മൾ സാധാരണ വെളുത്തുള്ളി എണ്ണയിൽ മൂപ്പിച്ച് അതിനകത്തേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഇതൊരു പുതിയ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്യുകയാണ്. കുറച്ച് അരി നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് ഇടുക. അതും രണ്ടും കൂടെ കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി എൻ്റെ ഇഷ്ടത്തിന് ഇട്ടാണ് കേട്ടോ. അതൊന്ന് നല്ല ബ്രൗൺ കളറാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പ് ഇടുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച മുരിങ്ങേൻ്റെ ഇല ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, പച്ചത്തേങ്ങ. എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക കേട്ടോ. ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടി ഇടാറില്ല മുരിങ്ങേൻ്റെ ഇല ഉണ്ടാക്കുമ്പോൾ. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പച്ച ചോറിൻ്റെ കൂടെ നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്. മുരിങ്ങേൻ്റെ പൂ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു പ്ലേറ്റിൽ തന്നെ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക ചെയ്തത്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഈ മിക്സ് ചെയ്ത മുരിങ്ങയുടെ പൂവ് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് ലാസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ, ഉപ്പ് കുറച്ചേ വേണ്ടൂ. പിന്നെ ഇതൊന്ന് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്.
പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കാബേജ്, കൈപ്പക്ക തോരൻ അങ്ങനെയൊക്കെയാണ് കാണുമ്പോൾ തോന്നുക. അതേപോലത്തെ ഒരു ടേസ്റ്റും ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.